ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ വ്ളോഗിന്റെ രണ്ടാം ഭാഗമാണിത്. ഇന്നലെ നെസ്സിക്ക് ലെഗ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇതേപോലെ ഭൂമിക്ക് എയറടിച്ച് വരുന്നത് കേട്ടോ. കള്ളിയത്താമോ നെസ്സി. ഇത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ മരത്തിലെ മാങ്ങ പറിക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നാളെയാണ് കേട്ടോ ഗസ്റ്റ് വരുന്നത്. മാവില് കയറി മാങ്ങ പറിക്കാൻ അന്വേഷിക്കുന്നവരെന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ താഴെ കൊടുത്തേക്കട്ടോ, ചേട്ടയുടെ നമ്പർ. ഇത് 5 മിനിറ്റിൽ സെറ്റ് ആക്കാം. അപ്പൊ മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് മിസ് റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? ചേട്ടൻ റെഡിയാണ്. ഇന്ന് പിടിച്ച് സാധനം പിടിച്ച് ഒരു മാങ്ങ പറിക്കാൻ ഒരു മാങ്ങക്ക് 150 രൂപ. ഉച്ചക്ക പറിക്കണമെങ്കിൽ 200 രൂപ. ഇവിടെ സത്യം പറഞ്ഞില്ലേ, പുറത്ത് അമ്മയും വന്നിരിക്കും, ഗോസ്റ്റും വന്നിരിക്കും. പക്ഷെ ഗോസ്റ്റിന് സ്പീഡായതുകൊണ്ട് മാങ്ങ വന്ന് വീഴുമ്പോ അവൻ ആദ്യം വന്നെടുക്കും. അമ്മ വന്നിട്ട് അവരുടെ മാവില് പിടിച്ചോന്ന്. ഏണില് പിടിക്കണേന് ഒരു അമ്മ കൊച്ച മാവില് പിടിച്ചു വീട്. ഈ ബക്കറ്റ് എവിടെയോ കണ്ടു, നല്ല പരിചയമുണ്ടല്ലോ. മാങ്ങ പറിക്കാം. അപ്പൊ എല്ലായിടത്തും ഈ ഒരു ബക്കറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വണ്ടി താഴെ കൊണ്ടോട്ടോ. അതെ, H2O. അങ്ങനെ നിക്സിനെ മേളിലേക്ക് കയറ്റിവിട്ട് ഓരോരോ മാങ്ങയായിട്ട് പറിക്കാൻ തുടങ്ങി. ഒരെണ്ണം എനിക്ക് എറിഞ്ഞിട്ട് തന്നു. നല്ല കിടിലം മാങ്ങ, നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു. പറിക്കുന്ന ഓരോ മാങ്ങയും ക്വാളിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ട് ഒരു കടിയെങ്കിലും കടിച്ചിട്ടായിരിക്കും ചാക്കിൻ്റെ അകത്തേക്ക് ഇടുന്നത് കേട്ടോ. പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ഒരു 5 മാങ്ങ ലിഫ്റ്റ് പിടിച്ച് താഴത്തേക്ക് വന്നു. 5 ഞാൻ ചാമ്പി, കാരണം 5 പഴുത്തതായിരുന്നു. കിടക്കണ കടപ്പ് കണ്ട സുന്ദര കുട്ടപ്പന്മാര്. ഞാൻ ആരും അറിയാണ്ട് ഒളിപ്പിച്ച് വെച്ച മാങ്ങ അമ്മ തൂക്കിക്കൊണ്ടുവരും. പറിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് കുറച്ച് മാങ്ങ തെറിച്ച് പോയായിരുന്നു. അതും കൂടി എടുത്താൽ ഇനി ഞങ്ങൾക്ക് സമാധാനമാവും. പിന്നെ ഈ ജില്ലയിൽ തന്നെ മരം കയറി മറിയാമയായ നിസ് എന്നെ ഇത് ചാടി എടുത്തോളാന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ സമ്മതിച്ചു. പിന്നെ ഭാഗ്യത്തിന് അപ്പുറത്തൊരു ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ട് ആ ചേച്ചിനെ കൊണ്ട് തന്നെ എല്ലാ മാങ്ങ എടുപ്പിച്ചു. താങ്ക് യു ചേച്ചി. അടുത്ത മാങ്ങ പറിക്ക് കാണാം. വീണ ഏതോ പഴുത്ത മാങ്ങ നോക്കി കിടക്കുവാണ് കൊച്ചു കള്ളൻ. എനിക്ക് കിട്ടില്ല, പിന്നെയാണ് അവന്. വൈകുന്നേരം ആയപ്പോഴത്തേനും നിസ്സിയും ബെറ്റ്സിയും കൂടി പോയിട്ട് പച്ചക്കറി മേടിച്ചിട്ട് വന്നു. ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഒരുപാടൊന്നും മേടിച്ചില്ല, കുറച്ച് മേടിച്ചുള്ളൂ. ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ ഇതെല്ലാം തീർക്കണം, അല്ലെങ്കിൽ സാധനം ചീത്തയായി പോകില്ലേ. ഞാൻ വന്ന് വരും, മറ്റേ കുബേരൻ സിനിമയിൽ ദിലീപ് വരൂലേ, അങ്ങനെ അത്ര സ്പീഡിലാണ് വന്നത്. ചേച്ചി ബാക്കിലേക്ക് ഞാൻ ഇങ്ങനെ ഇവരെ ഒന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ചു. കുറച്ച് വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചു. അപ്പൊ ഇനിയാണ് ഇവരെല്ലാവരെയും കിളി പറത്താൻ പോകുന്ന ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.